ഹായ്, 2 പീസ് ആവോലി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലേറ്റർ ഉണ്ടാക്കാം. കുറച്ച് പൊട്ടാറ്റോ, ടൊമാറ്റോസ്, പിന്നെ ഗാർലിക്ക്, പിന്നെ വെൽ പെപ്പർ, പിന്നെ ഓനിയൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ബട്ടർ ഇട്ടിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണേൽ ബോയിൽഡ് എഗ്ഗ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബുൾസൈ യൂസ് ചെയ്യുക ഇതിൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു റൈസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല ടോസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ ആൻഡ് ബട്ടർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഗ്രില്ലിങ് എഫക്റ്റാണ് ഇതിൽ. അപ്പോൾ കുക്കറിൽ നമുക്ക് പെട്ടെന്നൊരു റൈസ് ഉണ്ടാക്കിയാലോ. അതിനാദ്യം 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ബോയിലാകുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് യൂസ് ചെയ്യാം. അപ്പോൾ സ്പൈസസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, മക്കൾസിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഗീ മാത്രമാണ്, നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഗീ 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് വന്ന ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. കുറച്ച് മല്ലിയില, ദെൻ 1 വിസിൽ. ഓക്കെ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പോ ചില്ലി സോസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ചില്ലി സോസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഡിന്നർ ഇതാണ്, റൈസും ഈ ഒരു പ്ലേറ്ററും. അത്യാവശ്യം നമുക്കിഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റും ബട്ടറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, ഹാവ് എ നൈസ് ഡേ.